കാഞ്ഞിരപ്പള്ളി സബല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റോസേമ, ഇത് കണ്ടോ, നല്ല പാർട്ടി വെയർ കളക്ഷൻസിൽ കുറച്ചെണ്ണം അത് ബഡ്ജറ്റ് റേറ്റിലുള്ളതും അത്യാവശ്യം പാർട്ടി വെയർ റേറ്റിലുള്ളതും ആയിട്ടുള്ള 2-3 ടൈപ്പ് കാണിക്കുന്നത്. ഇതിൻ്റെ കളറ് വീഡിയോയിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ആരും ചാടിയെടുക്കുന്ന അങ്ങനത്തെ നല്ലൊരു റെഡിഷ് മെറൂണെന്നോ ചില്ലി റെഡെന്നോ ബ്ലഡ് റെഡെന്നോ ഏതാ എനിക്ക് പറയേണ്ടതെന്ന് അറിയത്തില്ല. അത്ര നല്ല കോമ്പിനേഷനാണ്, അത്രയും ഹെവി ആയിട്ടുള്ള. ഇത് ദാമൻ പോർഷനാണ് ഈ വരുന്നത്. ഫുള്ള് ഇങ്ങനെ വരും ഫ്രണ്ടിൽ. ഇത് കണ്ടോ, ക്രിസ്മസ് ഒക്കെ വരുമ്പോഴത്തേനും അടിപൊളി സാധനം. ശരിക്കും ഇത് ക്രിസ്മസിനാണ് വരേണ്ടത്, ക്രിസ്മസിൻ്റെ ഗാദറിങ്സിനും കാര്യങ്ങൾക്കും ഒക്കെ ഇടാം. ഇപ്പോൾ പണ്ടത്തെ പോലെ അല്ലല്ലോ, ക്രിസ്മസ് ഡിസംബറിലാണെന്ന് പറയുള്ളൂ. ഇപ്പോഴേ ആൾക്കാർ അതിനൊരുങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞു. ഞങ്ങളൊക്കെ അതിനുള്ള സ്റ്റിച്ചിങ്ങിനുള്ള ഐറ്റംസ് കയറാൻ തുടങ്ങിക്കഴിഞ്ഞു ശരിക്കും പറയുക. അതേസമയം നേരത്തെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓണത്തിന് തലയാഴ്ചയായിരുന്നു ഭയങ്കര തിരക്കുകൾ. ഇപ്പം അങ്ങനെയല്ല, എല്ലാവരും നേരത്തെ സെറ്റായിട്ട്. ഇപ്പോൾ ഒരു കല്യാണമാണെങ്കിൽ തന്നെ 3-4 മാസങ്ങൾക്ക് മുമ്പേ ആൾക്കാർ റെഡിയാകാൻ തുടങ്ങും. അപ്പം ക്രിസ്മസിന് പറ്റുന്ന ഒരു ഐറ്റമാണ്. ക്രിസ്മസിന് വേണ്ടിയെന്ന് ഞാൻ പറയുന്നത് എപ്പോൾ ഏത് ഒക്കേഷനലി ഇടാൻ പറ്റുന്ന ഇതിലെല്ലാം ഒരു ബീഡ്സ് വർക്ക് നല്ല വർക്ക് ചെയ്തിട്ടുണ്ട്, ഇഷ്ടം പോലെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഇത് നോക്കിക്ക്, ദുപ്പട്ട നോക്ക്, രസമാണ്. ഇതിൻ്റെ കളർ ചേഞ്ചസും ഉണ്ട് കേട്ടോ. നല്ല ഇതാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത്. ബ്ലൂമിങ് ജോർജറ്റ്, അത് സ്റ്റഫ് അത്രയ്ക്ക് നല്ലതാണ്. കണ്ടോ, ഇനി അതിൻ്റെ ദുപ്പട്ട കാണിച്ചു തരാം കേട്ടോ. ഒരെണ്ണം വിശദീകരിച്ച് കാണിക്കാം. നല്ല ലെങ്ത്തും വിട്ടും കാര്യങ്ങളും എല്ലാം ഉള്ള ദുപ്പട്ട, പക്ക പാർട്ടി വെയർ കേട്ടോ. നല്ല ഇതിൻ്റെ കളറ് ഞാനതാ പറയുന്നത്, ഡയറക്റ്റ് കണ്ടു കഴിഞ്ഞാൽ ഈ കളർ ഇഷ്ടമില്ലാത്ത ലോകത്തിൽ ഒരു മനുഷ്യൻ കാണത്തില്ല. ഇതുണ്ട്, എനിക്കൊക്കെ ആണെങ്കിൽ കടിച്ച് തിന്നാൻ തോന്നുന്ന ഓരോ രീതിക്കുള്ള ഇതാണ് ദുപ്പട്ടയിലെ വർക്ക്. ഇതെല്ലാം നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ്. ബീഡ്സ് ഉണ്ട്, എംബ്രോയിഡറി ഉണ്ട്, സ്റ്റോൺ ഉണ്ട്, എല്ലാം കൂടെ ചേർത്ത് വന്നിരിക്കുന്ന വർക്ക്. ഫുള്ള് ഹെവി ആയിട്ടുള്ള വർക്ക്. ഇനിയിപ്പോൾ തട്ട വിട്ടിടുന്നവർക്കാണെങ്കിൽ അതും ഭയങ്കര രസമാണ്, അല്ലാതെ ഇടുന്നവർക്കാണെങ്കിലും രസമാണ്. എങ്ങനെയൊക്കെ അതിൻ്റെ രസങ്ങൾ വിശദീകരിക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല. നെക്ക് ഇങ്ങനെ ഒരു പോർഷൻ വരും, അത്യാവശ്യം നല്ല വൈഡായിട്ടുള്ള നെക്ക് കിട്ടും. താഴത്തെ ഫോക്സ് ജോർജറ്റിൻ്റെ ദാമൻ പോർഷൻ വരുന്നതാണ്. അത്രയും ഹെവിയാണ്, നല്ല രസമാണ്. ഇനി അതിൻ്റെ കളർ ചേഞ്ചസ് കാണിക്കാം കേട്ടോ. നല്ലൊരു സഫയർ ബ്ലൂ. ഈ മുമ്പത്തേതിൻ്റെ അപേക്ഷിച്ച് ഇതിൻ്റെ നെക്ക് പാറ്റേണിൽ ചെറിയ വ്യത്യാസമുണ്ട്. അതങ്ങനെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാനായിട്ട്. കണ്ടോ, രസം നോക്ക്. ഇത് ഫുള്ള് സ്റ്റോണും കൊണ്ടൊക്കെ ചെയ്തിരിക്കുന്നത്. ഡ്രൈ വാഷൊക്കെ ചെയ്യണം, പാർട്ടി വെയർ ആണ്. താഴെ ഇത് കണ്ടോ, ഇതെല്ലാം ഫുള്ള് സ്റ്റോണാണ്. ബോഡി ഫുള്ള് ഇങ്ങനെ ബുട്ടാപ്സ് വരും. ഷോള് വരുമ്പോൾ ദേന ഉണ്ടല്ലോ. ഞാനിപ്പോൾ ക്യാമറയ്ക്കകത്ത് നോക്കിയതാ, ഇതിൻ്റെ 4-1 ഭംഗി ആ ഒരു ക്യാമറയിൽ ഒപ്പിയെടുക്കാൻ പറ്റുന്നില്ല. അത്രയും ഡീപ്പായിട്ടുള്ള ഒരു കളറാണ്. ക്യാമറയിൽ വരുമ്പോൾ ഒരു തെളിഞ്ഞ് ഒരു ലൈറ്റ് ഷെയ്ഡിലേക്ക്, പക്ഷേ ഇത് നല്ല ഡീപ്പായിട്ടുള്ള ഒരു എന്നാ പറയുന്നത്, സഫയർ ബ്ലൂ അല്ലെങ്കിൽ രാമ ഗ്രീൻ, ഇതൊക്കെ കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറായിട്ടോ. നല്ലൊരു കളർ. ഏതെങ്കിലും ആംഗിളിൽ കൂടെ എൻ്റെ ഒരു കളർ കിട്ടുമെന്ന് നോക്കി. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതെങ്കിലും നോക്കി കിട്ടത്തില്ലെന്നങ്ങ് പറയാതെ. ഇതൊരു രസമില്ലാത്ത കളർ പോലെ തോന്നിക്കുന്നു. ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കളറുമായിട്ടാണ് തോന്നിക്കുന്നത്. എനിക്ക് അപ്പടി വിഷമം വന്നു കേട്ടോ. നല്ല കളറാണ്. ഡയറക്റ്റ് വരാവുന്ന ഒരു ഡയറക്റ്റ് വന്നു നോക്കപ്പം മനസ്സിലാവും. ഞാൻ ഇപ്പം എന്നാ പറയാനാ, അതിൻ്റെ പർപ്പിൾ, അതായത് തനി ഗ്രേപ്പിൻ്റെ കളർ. അതിൻ്റെ ഷോൾ വന്നിട്ട് ഇങ്ങനെ വരും, കണ്ടോ. ഇനി ബ്ലാക്ക്, ജെറ്റ് ബ്ലാക്ക്, നല്ല ഡീപ്പ്. ഏത് കളർ, അതാ പറഞ്ഞത്, ഏത് കളർ എടുത്താലും അതിൻ്റെ ഡീപ്പായിട്ടുള്ള ഡൈയിങ് ആണ് അതിനകത്ത് ചെയ്തിരിക്കുന്നത്. കഴുത്തൽ ഇത് ഒത്തിരി ഒന്നും ഇറങ്ങി വരത്തില്ല. നമ്മുടെ കഴുത്തിങ്ങനെ ഇവിടെ ചെയ്ത് കഴിയുമ്പോൾ ഇത്രയും ഭാഗത്തേ വരുള്ളൂ. സിമ്പിളാണ്, പക്ഷെ നല്ല എലഗൻ്റ് ആയിട്ടുള്ള ഒരു നെക്ക് പാറ്റേൺ. ഷോൾ വരുമ്പോൾ ദേണ്ടേ
ഇനി ബഡ്ജറ്റ് റേറ്റിലുള്ള ബനാറസിക്ക് എല്ലാവർക്കും അറിയാമല്ലോ 2000 എബോവാണ് ഒരുമാതിരിപ്പെട്ട എല്ലാത്തിൻ്റെയും റേറ്റ് വരുന്നത്. ഇതിപ്പം ബഡ്ജറ്റ് റേറ്റിൽ എല്ലാ സാധനവും ഈ പറഞ്ഞ പോലെ കുറേ ഇറങ്ങിക്കഴിയുമ്പോൾ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഡൈയിങ്ങിലോ കോമ്പിനേഷൻസിലോ വീവിങ്ങിലോ ഒക്കെ ഉള്ള വ്യത്യാസത്തിൽ റേറ്റ് ഇതായിട്ട് വരും. ഇത് 1399 അങ്ങനെ ഏതാണ്ട് റേറ്റേ ഉള്ളൂ. ബനാറസിയാണ്. താഴത്തെ ദാമൻ പോർഷൻ ഇങ്ങനെ വരും, ബോഡി ഇങ്ങനെ വരും. ആ ഒരു സിൽക്കി എഫക്റ്റ് നന്നായിട്ട് നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിചാരിക്കുക ക്യാമറയെ കാണുമ്പോൾ. ഇത് പ്ലെയിൻ ആയിട്ടുള്ള ബോട്ടം, ഇത് വന്നിട്ട് ഷോളെ. ഷോളിൻ്റെ താഴത്തെ ഭാഗത്ത് ഷോൾ വൺ സൈഡ് ആയിട്ട് ഇടാനുള്ള ലെങ്ത് ആണുള്ളത്. ഷോളിൻ്റെ ബാക്ക് സൈഡിലും ഈ ഒരു ദാമൻ പോർഷനിലും ഈ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വരും ഷോൾ വരുമ്പോൾ. കണ്ടോ, ഇതെല്ലാം പാർട്ടി വെയറാണ്. ഇന്ന് കാണിക്കുന്നതെല്ലാം ഒരു ഫങ്ഷൻ വെയറാണ്. ഇനി ഇതിപ്പോൾ ക്രിസ്മസ് കാലം എല്ലാം വരുമല്ലേ, അപ്പോഴത്തേനും നമുക്ക് ഒത്തിരി സാധനങ്ങൾ വേണമല്ലോ. അതിൻ്റെ കളർ ചേഞ്ചസ് കേട്ടോ. ഇതൊരു വാടാമുല്ല അല്ലെങ്കിൽ ഒരു റാണി പിങ്ക് എന്ന് പറയാൻ പറ്റത്തില്ല, വാടാമുല്ലയുടെ ലൈറ്റ് ഷെയ്ഡ്. ബോട്ടം ഇങ്ങനെ വരും. ഇതുണ്ട് ഷോൾ. നല്ല സോഫ്റ്റായിട്ട് ഒതുങ്ങുന്ന ഷോളാണ് കേട്ടോ. കണ്ടോ, ഒതുങ്ങുന്ന ഷോളാണ്. ഷോൾ വെച്ച് വേണമെങ്കിൽ ഒരു ടോപ്പ് തയ്ക്കാം. അതിൻ്റെ ആവശ്യമില്ല. ഷോളും ടോപ്പും എല്ലാം തമ്മിൽ നല്ല സാമ്യതയുണ്ട്. പിന്നെ അതിൻ്റെ അടുത്ത കളറ് നല്ലൊരു ഗ്രേപ്പിൻ്റെ ഒക്കെ ഒരു ഷെയ്ഡ്. എന്താ ഹലോ, ഇതല്ലോ, ഇതാണ്. ഇത് മടക്കി വെച്ചേക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നു കേട്ടോ. ഇതുമല്ല തൊട്ടിങ്ങനുണ്ട്. ഗ്രേപ്പിൻ്റെ ഒരു ഷെയ്ഡ് വരുന്നത് ഇങ്ങനെ എടുത്ത് ബോട്ടം ഇങ്ങനെ നല്ലൊരു കളറാണ് കേട്ടോ. നല്ലൊരു പേസ്റ്റൽ കളറ് ഷോള്. ഈ കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു കളറ്. അതിൻ്റെ അടുത്ത ഷെയ്ഡ് ആ കളറുമായിട്ട് നല്ല സാമ്യത തോന്നിക്കും. പക്ഷേ ഇച്ചിരി ഇത് ഒനിയൻ പിങ്ക്. പിന്നെ മുന്നേ കാണിച്ചില്ലേ ഇതുമായിട്ട്. ബോട്ടം ഇത്. ഷോള് വരുമ്പോൾ ഇങ്ങനെ വരും. ഒരുപാട് വരുന്ന ഷോൾ കണ്ടോ. ഇനി അതിൻ്റെ പിസ്ത ഗ്രീൻ ലൈറ്റ് ഷെയ്ഡ് വേണം, അല്ലെങ്കിൽ പിസ്ത കളറൊക്കെ ഇഷ്ടമുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. നല്ല രസം ഈ കളർ കാണുമ്പോൾ. നമുക്ക് ഇതുണ്ടോ, ഇതിനുണ്ടല്ലോ ഒരു പ്രത്യേകത ഞാൻ പറയാൻ വിട്ടുപോയി. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ കയ്യാൽ വേണമെങ്കിൽ ഇത് വെക്കാവുന്ന രീതിക്കാണ് ഇത് വന്നിരിക്കുന്നത്. ഇത് കണ്ടോ, കട്ട് ചെയ്ത് കയ്യെ വേണമെങ്കിൽ വെക്കാം. അല്ല, ബാക്ക് പോർഷനാണത്. അതെങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇതാണ് ബാക്ക് പോർഷൻ വരുന്നത്. കണ്ടോ, ഫ്രണ്ടിൽ ഈ ഒരിത് പിസ്ത. ഈ കളറ് കാണുമ്പോഴേ നമുക്ക് കണ്ണുകൊണ്ട് കാണുമ്പോൾ വലിയ എടുപ്പ് തോന്നത്തില്ല, പക്ഷെ തയ്ച്ചിട്ട് കഴിഞ്ഞാൽ നല്ല എടുപ്പായിരിക്കും. പിസ്ത ഗ്രീൻ അങ്ങനെ ഒരു ഭയങ്കര ഒരു അട്രാക്ഷൻ ഉണ്ട്. ഇത് വരും ദുപ്പട്ട. ഇത് ഇനിയിപ്പോൾ ഇത്രയും നേരം കണ്ടത് ഒരേ ഡിസൈനിലുള്ള സാധനങ്ങളല്ലേ. റേറ്റ് സെയിം ആണ്, ഡിസൈൻ വ്യത്യാസപ്പെട്ട്. ബുട്ടായുടെ ഒക്കെ ഷേപ്പിലും ദാമൻ പോർഷനിൽ വരുന്ന വർക്കിലും എല്ലാം വ്യത്യാസപ്പെട്ട്. ഇതിപ്പോൾ ഒരു ടീ ബ്ലൂ ഷെയ്ഡ്, ഫുൾ ബോഡി ബുട്ടാസ്. ടീ ബ്ലൂവിൻ്റെ തന്നെ നല്ല ബനാറസി ഷോള്. ബനാറസി സിൽക്കിൻ്റെ ആ ഒരു എഫക്റ്റ് നമുക്ക് നല്ലതായിട്ട് ഡയറക്റ്റ് കാണുമ്പോൾ അറിയാം. ഇനി ഇതിപ്പോൾ ബ്ലാക്കാണെന്ന് തോന്നും. ബ്ലാക്കാണോ എന്ന് ചോദിച്ചാൽ ഒരു നേവി ബ്ലൂ മിക്സ് ആയിട്ടുള്ള ബ്ലാക്കാണ്. ശരിക്കും ഒരു ബ്ലാക്ക് തന്നെയാണ്. പക്ഷേ എവിടെയൊക്കെയോ നോക്കും. എൻ്റെ ഒരു പേഴ്സണൽ ഇത് ഞാൻ പറയാം കേട്ടോ. അല്ല കേട്ടോ, ബ്ലാക്കല്ലേ. എനിക്ക് എന്നാ പറ്റി, കണ്ണട വെച്ചിട്ടില്ലല്ലോ അല്ലേ. ഇത് അടുത്തത് ബ്ലൗസ്. ഇതിൻ്റെ ബോട്ടം ഉണ്ട്. ബോട്ടം സാൻഡോൺ ബോട്ടമാണ് ബോട്ടം. ഇത് ബോട്ടം അല്ല, എല്ലാത്തിനും സാൻഡോൺ ബോട്ടം വരുന്ന ഒരു ചെറിയൊരു ഗ്ലോ വരുന്ന ബോട്ടം. ബനാറസി ആകുമ്പോൾ ബാക്കി എല്ലാത്തിനും ഒരു ഗ്ലോ വന്നിട്ട് ഇതിന് മാത്രം ഒരു ഇതില്ലാതിരുന്ന് കഴിഞ്ഞാൽ ഒരു ഭംഗിയില്ലല്ലോ. ഇതിൻ്റെ താഴത്തെ ഭാഗം, അതായത് ഷോളിൻ്റെ അടിഭാഗം ഇത് ഇങ്ങനെ ഇരിക്കും.
നല്ല സോഫ്റ്റാണ്, നമുക്ക് എങ്ങനെ വേണമെങ്കിലും മാനേജ് ചെയ്യാം. ഒട്ടും ഭയങ്കര ബുമ്മെന്ന് നിൽക്കുന്ന ഒരു ഇതല്ല. അയൺ ചെയ്തൊക്കെ ഇടാം, എങ്ങനെ വേണമെങ്കിലും ഇടാം നല്ല രീതിക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ഇന്ന് കുറച്ച് ചുരിദാർ സെറ്റ് മാത്രം കാണിച്ചു. ചുരിദാർ സെറ്റ് ഞാൻ പറയാറില്ല, എപ്പോൾ വേണേലും എപ്പോഴും ഞാൻ പറയുന്നത് ചുരിദാർ സെറ്റ് കാണിക്കാത്തതിന് കംപ്ലൈൻ്റ് ഉണ്ട്. ചുരിദാർ സെറ്റ് ഒത്തിരി എല്ലാ വീക്കിലും നമുക്ക് നമ്മുടെ ഷോപ്പിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ ഇതുള്ള ഒരു ഏറിയ ചുരിദാർ സെറ്റും കുർത്തിയും സാരിയാണ്. അപ്പം അതിനകത്ത് എന്നും പറഞ്ഞാൽ നമുക്ക് പുതിയ കളക്ഷൻസ് വരുന്നുണ്ട്. ഇത് കണ്ടു സെമി ടെസറാണേ, ഞാൻ പിന്നെ കാണിക്കുന്നുള്ളൂ, ഇപ്പോൾ കാണിക്കുന്നില്ല. ഇപ്പോൾ കൺസിഡറായിട്ട് കാണിച്ചു. വലിയ റേറ്റൊന്നുമില്ല, സെമി ടെസറാണ്. 1300 താഴെ റേറ്റുള്ളതാണ്, അതോ 1500 താഴെ റേറ്റുള്ളതാണ് എൻ്റെ ഓർമ്മ. അതിൻ്റെ പല കളേഴ്സും ഡിസൈൻസും ഒക്കെ ആയിട്ട് ഉണ്ട്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു. പിന്നെ ഇത് മറക്കണ്ട, നല്ല കമൻറ്റിന് ഒരു സാരി സമ്മാനം. ഇന്നത്തെ അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യണം, ലൈക്കും ചെയ്യണം, കമൻറ്റും ചെയ്യണം, ഷെയറും ചെയ്യണം കേട്ടോ. എന്നിട്ട് കമൻറ്റ് നോക്കിയിട്ടാണ് നമ്മൾ അതിനകത്ത് നിന്ന് ലോട്ടിടുന്ന ആളുകൾ. പക്ഷേ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. നമുക്ക് സബ്സ്ക്രൈബേഴ്സിൻ്റെ ലിസ്റ്റ് കിട്ടും, അതറിയാമല്ലോ. ഇപ്പം നിങ്ങളുടെ എല്ലാം ഒരു ചാനലിൽ നിങ്ങളും ഉണ്ടേ നോക്കിയോ, നിങ്ങൾക്ക് ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ലിസ്റ്റ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ താങ്ക് യു.